ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കാലത്തിന് മുമ്പ് ഒരു ബ്രിസ്റ്റ എന്ന് പറയുന്ന ഒരു ക്രീമിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ടിരുന്നു. അത് ഇത്തിരി പഴയതാണ് കേട്ടോ, 1-2 വർഷങ്ങളൊക്കെ ആയി കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ആ ബ്രിസ്റ്റ ക്രീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം തന്നെയാണ്. അതിലധികം ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ അങ്ങനെ അധികമായിട്ട് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമേ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രിസ്റ്റ ഇൻറ്റൻസീവ് സ്റ്റിറോയിഡ് ഫ്രീ ക്രീമിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബ്രിസ്റ്റ ഇൻറ്റൻസീവ് സ്റ്റിറോയിഡ് ഫ്രീ ക്രീം എന്ന് വെച്ചാൽ ഈ ഒരു ക്രീമിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ഡെർമറ്റോളജി ഡോക്ടേഴ്സ് ഒരുപാട് പേര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഈ ഒരു ബ്രിസ്റ്റയുടെ ഇൻറ്റൻസീവ് സ്റ്റിറോയിഡ് ഫ്രീ ക്രീം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയണമെങ്കിൽ ഇതൊരു സ്റ്റിറോയിഡ് ഫ്രീ ക്രീമാണ്. കാരണം സ്കിൻ വൈറ്റനിങ് പർപ്പസിന് വേണ്ടി ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന ചീപ്പ് റേറ്റിലുള്ള എല്ലാ ക്രീംസിലും സ്റ്റിറോയിഡ് ആഡഡ് ആണ്. സ്കിൻ വൈറ്റനിങ് എന്നതിനുപരി നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജ് ആവുന്നതിന് അത് കാരണമാവാറുണ്ട്. കാരണം സ്റ്റിറോയിഡ് കണ്ടന്റ് ഒന്നും ഒരിക്കലും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടല്ല. അഥവാ സ്യൂട്ടാണെങ്കിൽ തന്നെ ഒരു സ്പെഷ്യൽ പർപ്പസിനായിരിക്കും ആ ഒരു സ്റ്റിറോയിഡ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ എക്സസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവും. അല്ലെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ സമയം വരെ ആ ഒരു ക്രീംസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല വൈറ്റനായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി കൂടെ ഒന്ന് നിറം വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതുപോലത്തെ ക്രീംസ് തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഡാമേജിലോട്ടായിരിക്കും അത് പോകുന്നത്. ഇങ്ങനെയുള്ള സ്റ്റിറോയിഡ് കണ്ടന്റ് അടങ്ങിയ ക്രീംസ് എക്സസീവായിട്ട് യൂസ് ചെയ്താൽ സ്കിൻ ക്യാൻസറിലോട്ട് വരെ എത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബേൺ ആവാനോ സൺബേൺ ഏൽക്കാനോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്കിൻ ഡാമേജിൽ കൊണ്ടെത്തിക്കും നമ്മൾ സ്റ്റിറോയിഡ് ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ. പാക്കേജിങ് തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റിറോയിഡ് ഫ്രീ ക്രീമാണ്. പിന്നെ അഡ്വാൻസ് സ്കിൻ ബ്രൈറ്റനിങ് ഫോർമുല എന്നതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ 5-6 ബോട്ടിൽസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ക്രീം ബേസിക്കായിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹൈഡ്രേറ്റിംഗ്, ബ്രൈറ്റൻ സ്കിൻ ടോൺ ആൻഡ് ലൈറ്റൻ ദ കോംപ്ലക്ഷൻ ഓഫ് സ്കിൻ. നമ്മുടെ സ്കിൻ ടോണിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും നമ്മളെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും സ്കിൻ കോംപ്ലക്ഷൻ ലൈറ്റൻ ചെയ്യാനാണ് ഈ ക്രീമും പ്രധാനമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഈ ഒരു ക്രീം അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ആ സമയത്ത്, അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഞാൻ വാങ്ങിയ സമയത്ത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 499 ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ക്വാണ്ടിറ്റി ആയിരിക്കും ഈ ഒരു ക്രീമിൻ്റെ ഒരു അളവെന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ ഇത് 2-3 ബോട്ടിൽസ് യൂസ് ചെയ്താൽ മാത്രം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്, ഇതിൻ്റെ അകം ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഈ ഒരു ക്രീം ഇരിക്കുന്നത്. എന്നാൽ ക്രീമിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ കാണൂ. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്രീമിൻ്റെ കൂടെ തന്നെ ഇവർ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീനും കൂടെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ സൺസ്ക്രീൻ മസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇവൻ സ്റ്റിറോയിഡ് ഫ്രീ ആണ്. സ്കിൻ കോംപ്ലക്ഷൻ ലൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ക്രീംസ് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് എന്ന് പറയുന്ന ഒരു പർപ്പസിന് ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിന്നിൽ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കണം. അത്രയ്ക്കത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ബേണിംഗ് സെൻസേഷനും സ്കിന്നിൽ ഉണ്ടാവാതിരിക്കാനാണ് സൺസ്ക്രീൻ മസ്റ്റാണെന്നൊരു റെക്കമെൻഡേഷൻ അവർ വയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച സമയത്തും എനിക്കൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ആ സമയത്ത് സൺസ്ക്രീനിന് ഭയങ്കര കൺസേൺഡ് അല്ലല്ലോ. ആ ഒരു സമയത്ത് ഞാൻ ഈ ക്രീം വാങ്ങുന്ന സമയത്തൊന്നും ഈ സൺസ്ക്രീനിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ എൻ്റെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ നൈറ്റ് ടൈമിലാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്തത്. ഒരിക്കലും നമ്മൾ മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും ഇതിലവർ മെൻഷൻ ചെയ്യും, നിങ്ങൾ 2 സമയം, നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഫെയർനെസ് ക്രീം യൂസ് ചെയ്യും പോലെ രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ പകൽ സമയം യൂസ് ചെയ്യേണ്ട, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് വെച്ച് വെയിലെന്ന് വെച്ചാൽ ഒരു സൺസ്ക്രീനും പിടിച്ച് നിർത്താൻ പറ്റാത്ത അധികം വെയിൽ ഇപ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ഏൽക്കുന്നുണ്ട്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് എല്ലാവരുടെയും സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സ്കിന്നിൻ്റെ ഡാമേജ് മാത്രമല്ല, പല ഇഷ്യൂസും നമ്മുടെ സ്കിന്നിന് സൺബേണുള്ള ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇതുപോലത്തെ വൈറ്റനിങ് പർപ്പസിനൊക്കെ വേണ്ടിയുള്ള ക്രീംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം പകൽ സമയം ഇടുന്നത് അവോയ്ഡ് ചെയ്യണം. നമ്മൾ പകൽ സമയം നമ്മൾ ഒരു മോയ്സ്ചറൈസറും ടോൺ ചെയ്തിട്ട് സൺസ്ക്രീൻ ഇട്ട് പോയാൽ മതി. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിത് പകൽ സമയം 2 സമയം യൂസ് ചെയ്തിരുന്നു. ഇതിൽ കൂടെ നമ്മൾ ഉറപ്പായിട്ട് സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്താലേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് റെഡിഷ് ആയിരിക്കും. റെഡായില്ലേ,
ഇപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് നമ്മൾ ഈ പുറത്തോട്ടൊക്കെ പോയിട്ട് നമ്മൾ നല്ല ഫ്രഷ് ആയിരുന്നിട്ട് പെട്ടെന്നൊന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ ആ വെയിൽ കൊണ്ട് നമുക്കൊരു കരുവാളിപ്പൊന്നുമില്ലേ, അതുപോലെ അങ്ങ് ഡാമേജ് പോലെ ഫേസ് അങ്ങ് ആവും. സീരിയസ്ലി പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. കാരണം ഞാൻ 2-3 വർഷത്തിന് മുമ്പ് ഈ ഒരു ക്രീം യൂസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ. ഇപ്പം നമ്മൾ അറിഞ്ഞു പോയി ഒരു ക്രീം വാങ്ങുന്നതും മറ്റൊരാളെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ സ്കിന്നിനെ കുറിച്ച് കൺസേൺ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരിതിൻ്റെ കൂടെ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് പോയി വാങ്ങുമ്പോൾ ആണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ. നമുക്ക് നമ്മുടെ സ്കിൻ കണ്ടീഷൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വെച്ചാൽ സൺസ്ക്രീനിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മളധികം ആരും കൊടുത്തിട്ടില്ല, ഞാനും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ബ്രിസ്റ്റ ക്രീം യൂസ് ചെയ്തതിന് ശേഷം ഞാൻ സാധാരണ നോർമലി നമ്മൾ എവിടെ പുറത്ത് പോകണം, അപ്പോൾ നോർമലി പുറത്ത് പോകും, തിരിച്ച് വരും. അപ്പോൾ ഈ പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫേസ് ശ്രദ്ധിക്കാറുണ്ടല്ലോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പിമ്പിൾസൊക്കെ മാറുന്നുണ്ടോ, പാടൊക്കെ മാറുന്നുണ്ടോ, സ്കിൻ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആവുന്നുണ്ടോ. അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസിനെ കുറിച്ചൊരു കൺസേൺ ആയിരിക്കും. കാരണം നമ്മളൊരു ക്രീം നമ്മൾ വാങ്ങിച്ചു, അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാണ്. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സ്കിന്ന് ഒരുമാതിരി റെഡ് ആവാൻ തുടങ്ങി. റെഡെന്ന് വെച്ചാൽ ഈ മുമ്പ് ടാനായി റെഡ് ആവത്തില്ലേ, അത് ഈ വെയിൽ കൊണ്ട് ഈ ക്രീമിനുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. ആക്ച്വലി ഇതിനകത്ത് സ്റ്റെറോയിഡ് ഇല്ല, ഓക്കെ, എന്നാലും ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യിക്കുക, സ്കിൻ ലൈറ്റൻ, അതിലവർ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സൺലൈറ്റ് ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഒരു നെഗറ്റീവ് റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ ഒരു ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്ത് പോകാൻ പാടില്ല. പുറത്ത് പോകാൻ മാത്രമല്ല, നമ്മൾ പകൽ സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം ഇത് നമ്മൾ യൂസ് ചെയ്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് ഇപ്പോൾ നൈറ്റ് ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്താലും ഇത് നമ്മൾ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ നമ്മൾ ഒരു ഇച്ചിരി വെയിൽ, അല്ലെങ്കിൽ വെയിൽ മാത്രമല്ല കേട്ടോ, എക്സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ വെയിൽ മാത്രമല്ല, നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന നേരത്തുള്ള നമുക്ക് ആവി അടിക്കത്തില്ലേ, കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ആവി, അതുപോലെ നമ്മുടെ ഫേസിൽ അടിക്കാൻ പാടില്ല. ഏറ്റവും അതുപോലെ തന്നെ നമ്മൾ ഈ കുക്കിങ്ങിന് ഉണ്ടാകുന്ന ആ ഒരു ചൂട് അല്ലെങ്കിൽ ആവി അടിക്കുമ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ ഒന്ന് ചേഞ്ച് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്കിന്ന് പെട്ടെന്ന് അങ്ങ് വിയർത്ത് ആ ഒരു റെഡിഷ് ഒരു ടാനൊക്കെ ആകുമ്പോൾ ഒരു റെഡിഷ് കളറല്ലേ, അതുപോലെ ഒരു റെഡിഷ് നമ്മുടെ സ്കിൻ അങ്ങ് ഒരുമാതിരി റെഡിഷാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്രീം ഇത് നമുക്ക് ഭയങ്കര സേഫാണെന്ന് എല്ലാവരും പറയും. കാരണം സേഫാണ്, കാരണം സ്റ്റീറോയിഡ് കണ്ടൻ്റ് ഇല്ലല്ലോ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ഭയങ്കര കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. യൂസ് ചെയ്യുന്നവരാരോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണോ, അല്ലെങ്കിൽ കറണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും അവർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും സൺസ്ക്രീനിൻ്റെ ആ ഒരു ഉപയോഗത്തെക്കുറിച്ച് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ട്. എന്നാൽ ഇത് ഞാൻ പറഞ്ഞത് ഒരു 2-3 വർഷത്തിന് മുമ്പേ, അതായത് ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 5-6 വർഷമാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വാങ്ങിയ ആ ഒരു സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിൽ ഞാൻ എത്രത്തോളം കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ക്രീം വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രിസ്റ്റ ക്രീം യൂസ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പോൾ ഇതല്ല ഏതൊരു ക്രീമാണെങ്കിലും. എന്നാൽ ഈ ഒരു ബ്രിസ്റ്റ ക്രീം സൺസ്ക്രീൻ ഇട്ടില്ല എന്നുണ്ടെങ്കിലുള്ള ഒരു സൈഡ് എഫക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴുള്ള ആവി അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം പിന്നീട് അത് സ്കിന്നൊന്ന് ബേണാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.